നമസ്കാരം, സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അഴിമതിയുടെ മറ്റൊരു കഥ പറയുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ചാനൽ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവിധ പിന്തുണയും എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് ചെയ്യുക. കർണാടകത്തിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്രയെ സിക്കിമിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, അനധികൃതമായ സ്വത്ത് സമ്പാദനം. അനധികൃതമായ സ്വത്ത് സമ്പാദനം എന്ന് പറയുന്ന വലിയ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. കർണാടകത്തിലെ കോൺഗ്രസ് MLA KC വീരേന്ദ്ര EDയുടെ അറസ്റ്റിൽ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. സിക്കിം കോടതിയിൽ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. സിക്കിമിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് 12 കോടി രൂപയാണ് അനധികൃതമായി കണ്ടെത്തിയത്. ഇവരിൽ ഈ പണം ബാങ്കിൽ കൊണ്ടിടാനും പറ്റത്തില്ല, പിന്നെ സ്വർണ്ണമായിട്ട് വയ്ക്കാനും പറ്റുന്നില്ല. അങ്ങനെ പല രൂപത്തിലാണ് ഇവർ തടസ്സപ്പെടുന്നത്. അപ്പോൾ 12 കോടി രൂപയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ 17 ബാങ്ക് അക്കൗണ്ടുകളാണ്, 1-2 അക്കൗണ്ടുകൾ അത് ഫ്രീസ് ചെയ്തു, ലോക്കർ ഫ്രീസ് ചെയ്തു. വീരേന്ദ്ര നിരവധി ഓൺലൈൻ ബൈറ്റിംഗ് ആപ്പുകൾ പ്രവർത്തിപ്പിച്ചെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വീരേന്ദ്ര അറസ്റ്റിലായത് സിക്കിമിൽ ഓൺലൈൻ ചൂതാട്ടം കേന്ദ്രം ലീസിന് എടുക്കാനായിട്ട് പോയപ്പോഴാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി എങ്ങനെയാകണം, എന്തൊക്കെ ആകണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റും ഇന്ത്യയിലില്ല. അതൊക്കെ സ്വയം നിയന്ത്രിതമായ കോഡ് ഓഫ് കോണ്ടാക്റ്റാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ക്രിമിനൽ കുറ്റത്തിന് പിടിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റത്തിന് പിടിച്ച് 5 വർഷത്തിലധികം തടവ് ലഭിക്കാവുന്ന, ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണെങ്കിൽ 1 മാസക്കാലം അകത്ത് കിടന്നാൽ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നാൽ, പ്രധാനമന്ത്രി ആയാലും അദ്ദേഹം പുറത്തു വരണ്ട, ജയിലിൽ കിടന്നാൽ മതി, ആ സ്ഥാനം നഷ്ടപ്പെടും, ജയിലിലിരുന്നുകൊണ്ട് ഭരിക്കണ്ട എന്നുള്ളൊരു ബില്ല് നമ്മുടെ ഭരണഘടനാ ഭേദഗതി വരുന്നു. ഈ ബില്ല് വന്നപ്പോൾ ഒരു വലിയ ചർച്ച വന്നു. ഇതിൽ മന്ത്രിമാർ മാത്രം പോരെ, പ്രധാനമന്ത്രി വേണോ? അപ്പോൾ നരേന്ദ്രമോദി വളരെ അസന്നിഗ്ധമായി പറഞ്ഞു, പ്രധാനമന്ത്രി വേണം. അപ്പോൾ 1 മാസം പ്രധാനമന്ത്രി അകത്ത് കിടക്കാനുള്ള അറസ്റ്റിനും ശിക്ഷയും വന്നാലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്ഥാനം പോകും. റിജു, നമ്മുടെ ആഭ്യന്തര സഹമന്ത്രി റിജു അത് വളരെ കൃത്യമായി ചാനലുകളോട് പറയുകയുണ്ടായി. അപ്പോൾ അതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഈ സ്വത്തിനെ സംബന്ധിച്ചും ഇലക്ഷൻ കമ്മീഷനിൽ മത്സരിക്കുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് കൊടുക്കും, കണക്കുകൾ കൊടുക്കും, ഭാര്യയുടെയൊക്കെ സ്വത്ത് കൊടുക്കും. പക്ഷേ അത് പലതും മാനിപ്പുലേറ്റഡും ഫാബ്രിക്കേറ്റഡും ആയ കണക്കൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ അത് വലിയ വിവാദമായാൽ മാത്രമാണ് ആരെങ്കിലുമൊക്കെ തെളിവുകളായിട്ടൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. നോർമലായി അത് ചുമ്മാ ഒരു സീരിയൽ, നമ്മുടെ ചാനലിലൊരു വാർത്തയായി ഇത്ര കോടി സ്വത്ത്, ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞു പോകും. നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഈ മുഖ്യമന്ത്രിമാരുടെ കണക്ക് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഓരോ മുഖ്യമന്ത്രിമാരും എത്ര കോടിപതികളാണ് എന്നുള്ള കണക്ക് അതിൽ പിണറായി വിജയനും ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്നാൽ VS അച്യുതാനന്ദൻ, EMS മുതൽ VS അച്യുതാനന്ദൻ വരെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന നാടാണ്. ഒരു കാലത്തും EMSൻ്റെ പേരോ, നയനാരുടെ പേരോ, അച്യുതാനന്ദൻ്റെ പേരോ, അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ മന്ത്രിമാരുടെ പേരോ, പ്രത്യേകിച്ച് CPM മന്ത്രിമാരുടെ പേരൊന്നും കോടിക്കണക്കിന് രൂപ ഉണ്ടായവരുടെ കോടിപതികൾ എന്ന് പറയുന്ന മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റിൽ വന്നിട്ടില്ല. PK ഗുരുദാസനെ പോലെയുള്ള കൊല്ലം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വളരെ പ്രമുഖനായി ജീവിച്ചിരിക്കുന്ന PK ഗുരുദാസനെ പോലെയുള്ള വാടക വീട്ടിലേക്ക് പോയി അവസാനം പാർട്ടി ഒരു വീട് വെച്ച് കൊടുത്ത PK ഗുരുദാസും പട്ടാളത്തിൽ നിന്നും വന്ന് വാടക വീട്ടിലേക്ക് തന്നെ താമസമായി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാലോളി മുഹമ്മദ് കുട്ടിയും അദ്ദേഹം മന്ത്രിയായിരുന്നു ഒക്കെ ഉള്ളൊരു രാഷ്ട്രീയ നാട്ടിലാണ് ഒരു MLA, അത് കോൺഗ്രസിൻ്റെ ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു ചതിയിൽ ചെന്ന് ഇത്തരത്തിലൊരു പ്രശ്നത്തിൽ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയുവാനുള്ളത്, ഈ അറസ്റ്റിലായി ക്രിമിനൽ കുറ്റത്തിനൊക്കെ അറസ്റ്റിലാവും പോലെ തന്നെ, അത് സിവിൽ കേസിലും വരും, അറസ്റ്റിലാവും പോലെ തന്നെ ഈ സ്വത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു മോണിറ്ററിങ് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു സോഷ്യൽ ഓഡിറ്റ് കൊണ്ടുവരണം. അതിൻ്റെ നിയമം കൂടി പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതിയായി കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും MLA പിടിച്ചത് കോടിക്കണക്കിന് രൂപ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല. കാരണം MLA-മാരിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വിഷയം ഇതിനെക്കുറിച്ചും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നിയമം ഉണ്ടാകേണ്ടതുണ്ട്. സ്വത്ത് വളരെ കൃത്യമായി എല്ലാ മാസവും കൊടുത്തില്ലെങ്കിലും 6 മാസത്തിൽ, 1 വർഷത്തിലൊരിക്കൽ ഓരോ MLA-യുടെയും MP-യുടെയും പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മെമ്പർ വരെയുള്ളവരുടെ ഓരോരുത്തരുടെയും സ്വത്തിനെ മോണിറ്റർ ചെയ്യാനുള്ള പ്രത്യേക സിസ്റ്റം ഇൻകം ടാക്സിൽ ഉണ്ടാക്കേണ്ട കാലമായി അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.